അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം സുൽഫത്തുമ്മ ഒരുപാട് ആലോചിച്ചു. പഠിച്ചോനെ, ഈ മുർഷിദ പെണ്ണ് എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടിയത് എന്നതിനെക്കുറിച്ച്. എന്നാലിപ്പോൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നോ? എന്തപ്പോൾ ചെയ്യാം, ഓരോരുത്തരോട് ഓരോ ഇഷ്ടം തോന്നിയാൽ അങ്ങനെ കണ്ട് പറയുന്നേ. തലാൽ എന്ന് വെച്ചാൽ അറബിയാണ്, അതും അൻസ്വാരികളിൽപ്പെട്ട അറബി. ആ അറബിയൊക്കെ കെട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണെന്നും. അതുമല്ല, മദീനയിൽ താമസിക്കണവർ സ്ഥിരമായിട്ട്, അത് വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഇനി ഓളെ ഉദ്ദേശം എന്താണാവോ? അവനോട് കൂടുതലായിട്ടൊരു ഇഷ്ടം ഒക്കെ തോന്നി തുടങ്ങിയിരിക്കണ്. എന്താ അറിയില്ല. അവൾക്ക് എന്തൊക്കെയോ എന്നോട് പറഞ്ഞു. ഞാനിതിപ്പോൾ ആരോടും പറയാനൊന്നും പോയിട്ടില്ല. അറബിയമ്മയോട് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, തലാലിനോട് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നൊന്നും അറിയില്ല. പക്ഷെ പെണ്ണിന് നല്ലോണം സ്നേഹമുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ പഴയ രീതിയിലൊന്നല്ല. മുർഷിദ നല്ല ദീനീ ചിട്ടയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യമൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നല്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. തലാലിനനുസരിച്ചൊരു പെണ്ണല്ലേ ഇപ്പോൾ വേണ്ടത്. ഓലാണെങ്കിൽ കുറച്ച് സൗഹൃദവുമാണ്. ഇനിയിപ്പോൾ അറബിയമ്മയോട് ഈ കാര്യം ഒന്ന് പറഞ്ഞു നോക്കണം. എന്തായാലും വേണ്ടില്ല, ആ പെണ്ണിനോട് അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. മുർഷിദക്ക് തലാലിനെ മാത്രമായിരുന്നു മനസ്സിലുള്ളത്. അവൾക്കിപ്പോൾ പഴയ രീതിയിലുള്ള ചിന്താഗതി ഒന്നുമില്ല. എങ്ങനെയെങ്കിലും തലാലിനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് മുർഷിദയുടെ മനസ്സിൽ. പക്ഷെ തലാലിനാണെങ്കിൽ എന്തൊക്കെയാണാവോ. നാഫി ഉസ്താദും ഉമ്മയും തനിച്ചായപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ നാഫി, അതെ പിന്നെ മുർഷി പറയുന്നത് കേട്ടിട്ടേ. എന്തോ ഉമ്മ? അല്ലേ, അവൾ പറയണം എനിക്ക് തലാലിനെ മതി. കല്യാണത്തിന് എന്ത് കാര്യം പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് ഇഷ്ടമാണ് തലാലിനെ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു, മിസ്രി പെണ്ണിൻ്റെ ഒരു കാര്യം ഇങ്ങനെ അറബിയമ്മ പറഞ്ഞിരുന്നു, അതിപ്പോൾ എന്താണാവോ? അപ്പം എന്നോട് പറഞ്ഞാൽ എന്തെന്നോ, മിസ്രി പെണ്ണിനെ തലാൽ കല്യാണം കഴിച്ചോട്ടെ, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തലാലിനെ ഇഷ്ടമാണ്. അങ്ങനെ തന്നെ ആ പെണ്ണ് പറഞ്ഞത്. ഉമ്മ, എന്താ അങ്ങനെയൊക്കെ? ഒരാളുടെ ജീവിതത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവ്, അതിനപ്പുറത്തേക്കായിട്ട് രണ്ടാം ഭാര്യ, അതൊന്നും ഒരാൾക്കും സഹിക്കാൻ കഴിയൂല. അതുമല്ല, ഫസ്റ്റ് ടൈം എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ അത് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുക. അതായത് ഉമ്മ, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ പെട്ട ഒരു ഉസ്താദിന് അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതായത് എന്താ മോനെ, ഞാൻ ഉമ്മയോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ പറഞ്ഞ് എന്തിനാണ് നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞ് അവരെ കുറ്റം കൂടി ഏറ്റെടുക്കണമെന്ന് വിചാരിച്ചിട്ടേ. അതെന്താ മോനെ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഒന്നുമല്ലമ്മ, ഭാര്യയൊക്കെ ഉണ്ട്, നല്ല സാമ്പത്തിക ഉള്ള ഭാര്യയുണ്ട്, അതുപോലെ മക്കൾ ഒന്നോ രണ്ടോ ഉണ്ട് തോന്നുന്നുണ്ട് ഉസ്താദ്. അപ്പോൾ ഈ ഉംറ പാക്കേജിലൊക്കെ പോകുന്ന ഈ ആളുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിലേതോ ഒരു പെണ്ണിനെ ഉസ്താദിനോടൊരു ഇഷ്ടം തോന്നേ, അങ്ങനെ എന്തോ ആയി. അപ്പോൾ എന്തൊക്കെ തന്നെ ആയാലും ഇവൾ ഉസ്താദിനെ വിടാൻ മനസ്സില്ല. എങ്ങനെങ്കിലും ഉസ്താദിനെ കല്യാണം കഴിക്കണം. ഉസ്താദിന് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അവൾക്ക് ആ ഉസ്താദിനെ തന്നെ വേണമെന്ന് ഭയങ്കര വാശി. അങ്ങനെ അവളെ വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഇടപെട്ട് എനിക്ക് ഉസ്താദിനെ തന്നെ മതി എന്ന് പറഞ്ഞ് അവർ ഉപദേശിച്ച് നോക്കി. മറ്റൊരു കുടുംബം ഒക്കെ ഉള്ള ഇതൊക്കെ അല്ലേ, അതിപ്പോൾ നമുക്ക് വേണമെന്ന്. പക്ഷെ ഉസ്താദി ഒരു കാര്യം വീട്ടുകാരിയോട് പറഞ്ഞു തോന്നുന്നുണ്ട്, എനിക്കിങ്ങനെ ഒരു വിവാഹാലോചന വീണ്ടും വരുന്നുണ്ട്, എന്താ നിൻ്റെ അഭിപ്രായം എന്നുള്ളത്. അപ്പം ഒരു ഇഷ്ടത്തിന് ഭാര്യ പറഞ്ഞു, ആയിക്കോട്ടെ, അതിനെന്താ, എനിക്കൊരാളായും ചെയ്തല്ലോ. ഇതിപ്പോൾ എന്നിപ്പോൾ നിങ്ങളെ കാര്യം ഇങ്ങനെ ഞാൻ തന്നെ നോക്കണ്ടേ? ഒരാൾ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഇട്ടോളാം, വീട്ടിലത്തെ കാര്യങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെ എന്നൊക്കെ ഈ പെണ്ണ് പറഞ്ഞ് ഞങ്ങൾ സമ്മതിച്ചു. അവൾക്കും ഇഷ്ടം, കുഴപ്പമില്ല, തൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചോട്ടെ, കുഴപ്പമില്ല, എന്താ എനിക്കൊരു കൂട്ടായല്ലോ എന്നുള്ള രീതിയിൽ അവൾ ഭയങ്കര ശരിക്കും യാതൊരു രീതിയിലുള്ളൊരു ഭാവവ്യത്യാസം ഇല്ലാതാണ് പറഞ്ഞത്. ശരിക്കും അയാൾ അത്ഭുതപ്പെട്ടു. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടായത് കൊണ്ടാണോ ഇങ്ങനെ പറയുന്നത്? ഒരു പെണ്ണെന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പോൾ അവളെ ഞാൻ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട്, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഉസ്താദ് ചിന്തിക്കുകയാണ്. വീണ്ടും ഇവൾ ചോദിക്കുകയാണ്, അല്ലേക്ക, നിങ്ങൾ വേറൊരു കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എന്തായി? അതൊന്നും ശരിയാവില്ലടേ. അതൊന്നും കുഴപ്പമില്ല. എൻ്റെ ഇക്കാക്ക് ഒരു പെണ്ണും കൂടി ഉണ്ടാകുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്കതിലൊന്നും കുഴപ്പമില്ല. അതിനെന്താ, ഒന്ന് കെട്ടിക്കൂടെ? എന്തായാലും എനിക്കൊരു കൂട്ടാവും ചെയ്യുമല്ലോ. ഞങ്ങൾ ജ്യേഷ്ഠത്തെ അനിയത്തി പോലെ ഇവിടെ അങ്ങനെ കഴിഞ്ഞോളൂ. അപ്പോഴല്ലേ ഈ ഭാര്യയോട് ഹസ്ബൻഡ് പറയുമായിരുന്നു, അത് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊന്നും ആവില്ല നിൻ്റെ സംസാരം. അതിനെന്താ, ഇക്കാക്ക് സാമ്പത്തിക ശേഷി ഉണ്ടല്ലേ, ഇഷ്ടംപോലെ ഉംറ സർവീസ് കാര്യങ്ങൾ എല്ലാം സാമ്പത്തിക രീതിയിലെല്ലാം ഉണ്ടല്ലോ. എന്നിട്ടിപ്പോൾ എന്താ നിങ്ങൾക്ക്
എന്നെ മാത്രം പോറ്റാനുള്ള സാമ്പത്തികമല്ലല്ലോ നിങ്ങൾക്കുള്ളത്, വേറൊരുത്തിയെ കൂടി നിങ്ങൾക്ക് ശരിക്കും പോറ്റാലോ. എന്താ, ഒരു കുടുംബം കൂടി ഉണ്ടായാൽ ഫാമിലി വലുതാവും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ പറഞ്ഞ് ഉസ്താദിനോട് കൂടുതൽ ഇങ്ങനെ ഇൻട്രസ്റ്റ് തോന്നിപ്പിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ തന്നെയായാലും ആ പെണ്ണാണെങ്കിൽ വിവാഹം തീരെ കഴിക്കാത്തൊരു പെണ്ണാണ്. ആ പെണ്ണ് ഉസ്താദിനെ സ്നേഹിച്ച ആ പെണ്ണ് അങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിക്കാഹ് കഴിക്കുകയാണ് ഉസ്താദ് നിക്കാഹ് കഴിച്ച് എന്തൊക്കെ തന്നെയായാലും അവരൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ അതുവരെ ഭാര്യ പറഞ്ഞു, ഇക്ക നിങ്ങൾ വേറൊരു കല്യാണം കഴിച്ചോളൂ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ആ ഭാര്യയുടെ സ്വഭാവം പതുക്കെ പതുക്കെ അങ്ങോട്ട് മാറാൻ തുടങ്ങി. അതായത് തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണുമായി ജീവിക്കുന്ന ആ ഒരു രംഗം അവൾക്ക് കാണാൻ സഹിക്കാൻ കഴിയണില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു ശരിയാണ്, ഓക്കെ. പക്ഷെ പിന്നീട് അങ്ങോട്ട് ദിവസം തോറും ഈ പെണ്ണിന് വാശി കൂടിക്കൂടി വരികയാണ്. അതായത് തൻ്റെ ഭർത്താവിനോടൊപ്പം അവൾ ജീവിക്കുന്നു. ഞാനുണ്ടായിട്ട് നിക്കാഹ് കഴിഞ്ഞതല്ലേ, എന്തൊക്കെ തന്നെയായാലും രണ്ട് ഭാര്യമാർക്കും ഒരുപോലെ സ്ഥാനം കൊടുക്കേണ്ട കേസാണത്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. മുർഷിദയോട് ശരിക്കും ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാൻ പറയണം. എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണിനെ സഹിക്കാൻ പറ്റാത്ത കേസാണത്. എന്നിട്ട് എന്തായി മോനെ? എന്നിട്ടെന്താ, ഇവള് ദിവസം തോറും വാശിയും ദേഷ്യവും കൂടിക്കൂടി വരികയാണ്. അവളുടെ അടുക്കിലേക്ക് പോകാൻ ഉസ്താദിന് കഴിയുന്നില്ല, അതുപോലെ അവളോട് സംസാരിക്കാൻ പറ്റണില്ല, അവളുടെ ഒരു കാര്യത്തിൽ ഇടപെടാനേ കഴിയുന്നില്ല. എന്തൊക്കെ തന്നെയായാലും അവൻ്റെ പെണ്ണ് തന്നെയല്ലേ, സംരക്ഷിക്കേണ്ടത് അവൻ്റെ ചുമതലയുമാണ്. എന്തായാലും ഭാര്യയുടെ സമ്മതപ്രകാരമാണ് കല്യാണം കഴിച്ചതും ഒക്കെ ഓക്കെയാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഭാര്യ സമ്മതിക്കുന്നില്ല ഒന്നിനും, അവളുടെ ഭാഗത്തേക്ക് തന്നെ തിരിയാനും ഭയങ്കര പ്രശ്നമാക്കൽ. എന്നിട്ട് ഈ ഉസ്താദിന് അവിടെ ഒരു സുഖം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിലില്ല. ഭയങ്കര കഷ്ടപ്പാട്. തിരിഞ്ഞാൽ ആദ്യ ഭാര്യ ഭയങ്കര ചീത്ത പറച്ചിൽ, തെറി പറച്ചിൽ, അവളെ കാണുമ്പോഴേക്ക് എടി നീ എൻ്റെ ഭർത്താവിനെ മയക്കിയല്ലേ, അങ്ങനെയല്ല ഇങ്ങനെയല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിലുള്ള ആ പെണ്ണിനെയും ഭയങ്കര ചീത്ത പറച്ചിൽ സഹിക്കാൻ കഴിയുന്നില്ല. ഉസ്താദ് അവിടെ നിന്ന് പോവുകയാണ്. ഉസ്താദും ആ ഭാര്യയും രണ്ടാം ഭാര്യയും കൂട്ടിയിട്ട് എങ്ങോട്ടോ മാറി താമസിക്കുകയാണ്. അപ്പോഴൊക്കെ അവരുടെ വീട്ടുകാരൊക്കെ ഇവർക്ക് ഉസ്താദിനും അവൾക്കും താമസിക്കുവാൻ വേണ്ടി ഒരു വീട് വരെ സെറ്റപ്പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വലിയ ഹൈ ലെവൽ ടീമല്ലേ, അങ്ങനെ വീടൊക്കെ സെറ്റപ്പാക്കി കൊടുത്തു. അപ്പോൾ അവൾക്ക് ഒന്നുകൂടി ദേഷ്യം കൂടി. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കൽ. അവളുടെ വീട്ടിൽ പോയി അവളുടെ ബാപ്പായോടും അവളുടെ ഫാമിലിയിൽപ്പെട്ട എല്ലാവരോടും പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ, ആന കള്ളനാണ് അയാൾ പെണ്ണും കെട്ടി നടക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇയാളെക്കുറിച്ച് ഇല്ലാത്ത അപവാദങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞുണ്ടാക്കി. ശരി തന്നെയാണ്, പെണ്ണൊക്കെ കെട്ടാൻ കെട്ടി, പക്ഷേ അത് ഇവളുടെ കൂടെ ഒരു സമ്മതപ്രകാരമായിരുന്നു. കാരണം ഇവരാദ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ സ്നേഹിച്ച് കഴിഞ്ഞിരുന്നൊരു ഫാമിലി ആയിരുന്നു. അന്നൊക്കെ ഭർത്താവ് പറയുമായിരുന്നു, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല, അങ്ങനെയൊക്കെ രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പക്ഷേ പിന്നീടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഭയങ്കര പ്രശ്നമായി. ഇവളുടെ ഈ ബാപ്പയും ആങ്ങളാരൊക്കെ ചെന്ന് ഉസ്താദിൻ്റെ നേരെ ചെന്ന് തല്ലാനോ അങ്ങനെയൊക്കെ ഒരുങ്ങി. അങ്ങനെ ഒരു സുഖമില്ലാത്തൊരവസ്ഥയിൽ ആ ഉസ്താദ് രണ്ട് ഫാമിലിയും പിന്നെ പ്രശ്നമായി. ഇവരും കേസ് കൊടുക്കണം, അവരും കേസ് കൊടുക്കുക. അതിന് നടുവിൽ പെട്ട് ഉസ്താദ് ആകെ ടെൻഷനായി. പിന്നീട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സർവീസും കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചത് രണ്ട് ഭാര്യമാരും വേണ്ട എന്നുള്ള നിലക്ക് ആയിട്ട് ഇടങ്ങാറായിട്ട് ഗൾഫിലേക്ക് പോയി. എന്തെങ്കിലും പണിയെടുത്ത് അവിടെ തന്നെ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് കിട്ടുന്ന ക്യാഷ് രണ്ട് ഫാമിലിക്കാണ്ട് അയച്ചു കൊടുക്കും. അല്ലാതെ അയാൾക്കൊരു ജീവിതം പിന്നെ ഉണ്ടായില്ല. കാരണം നാട്ടിൽ വന്ന രണ്ട് ഭാര്യമാരും പ്രശ്നം ഉണ്ടാക്കും. അങ്ങോട്ട് ചെന്നില്ലെങ്കിലും പ്രശ്നം, ഇങ്ങോട്ട് എന്തെങ്കിലും പ്രശ്നം. അങ്ങനെയൊക്കെ ഇതിലൊക്കെ പെട്ടുപോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാ ഞാൻ പറയുന്നത്, തലാലല്ലെങ്കിലും നമുക്ക് എത്രയോ നല്ല ഹയറായ സ്വാലിഹായ ഭർത്താക്കന്മാർ ഇഷ്ടം പോലെ കിട്ടും. ഇഷ്ടം പോലെ ഉസ്താദുമാർ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാകും. അതല്ല വേറെ വല്ല ജോലിക്കാർ വേണമെങ്കിൽ അങ്ങനെയൊക്കെ നോക്കുമായിരിക്കും നല്ലത്. അല്ലാതെ തലാലിഞ്ഞിപ്പോൾ ഒരു മിസ്രി പെണ്ണിനെ കല്യാണം കഴിച്ചു, നിക്കാഹ് കഴിച്ചു എന്ന് കരുതിയിട്ട് ഇനിയിപ്പോൾ അവനെ തന്നെ കല്യാണം കഴിക്കണമെന്നിപ്പോൾ വാശി പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. മോനെ, അത് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. ഓരോരുത്തർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വേർപിരിയാനേ കുറച്ച് പ്രയാസമായിരിക്കും. അതാണ്. അത് കേട്ടപ്പോൾ ഉസ്താദ് ഒന്ന് ഞെട്ടി. അതെ, ശരിയാണ്, ഉമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നൂർ ഫാത്തിമയെ അല്ല റീനയെ ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഉമ്മ ഒരുപാട് എന്നെ എതിർത്തു. മോനെ, നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? ഒരു ക്രിസ്ത്യാനി പെണ്ണല്ലാതെ വേറെ ആരെയും നിനക്ക് കിട്ടിയില്ലേ?
എത്രയോ പെണ്ണുങ്ങളുണ്ട്, നല്ല മഫ്തൊക്കെ കുത്തി നല്ല ഭംഗിയുള്ള പെൺകുട്ടികൾ. എത്രയെത്ര ഇസ്ലാമിക കോളേജുകളൊക്കെ ഉണ്ട്. നിനക്കിപ്പോൾ അവൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്രയോ മുസ്ലിം നേഴ്സുമാരുണ്ട്. അവരൊന്നും അല്ലാതെ നീ എന്ത് പണിയാണ് ചെയ്തത്? മോനെ നടക്കൂലട്ടോ. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അന്ന് ശരിക്കും തൻ്റെ ഹൃദയം പൊട്ടി തകരുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പക്ഷേ ഉമ്മയല്ലേ, ഒന്നും തിരിച്ചു പറയാൻ വയ്യല്ലോ. മനസ്സിനുള്ളിൽ ഒരുപാട് ഇഷ്ടമുണ്ട്. എന്നാലും ഉമ്മയായതുകൊണ്ട് എതിർത്തൊന്നും പറയാതെ ക്ഷമിച്ചു. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു. ഒരു പക്ഷേ മുർഷിദക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും പറഞ്ഞാൽ അതൊരു പക്ഷേ അവളുടെ മനസ്സിൽ നിന്ന് മായില്ലായിരിക്കും. എന്തായാലും പഠിച്ചോനെ, ഹയറായത് നീ കൊടുക്ക്. ഉസ്താദ് ദുആ ചെയ്തു. ആ രാത്രി നൂർ ഫാത്തിമയും ഉസ്താദും കിടക്കുന്ന സമയം ഉസ്താദ് നൂർ ഫാത്തിമയോട് പറഞ്ഞു, നൂർ മോളെ, പിന്നെ ചെറിയൊരു കാര്യം പറയാൻ കേട്ടോ. എന്താ നാഫിക്ക? അതെ, അതൊന്നുമല്ല. പിന്നെ മുർഷിദയെക്കുറിച്ച് നിനക്കറിയില്ലേ? ആ, അറിയാം. എന്താ? അവൾ നല്ല കുട്ടിയാണല്ലോ. ആ, നല്ല കുട്ടി തന്നെയാണ്. പക്ഷേ തലാലുമായിട്ട് അത് ശരിക്കും ഉള്ളതാണോ? അതവൾ തമാശ പറയല്ലേ, വെറുതെയൊക്കെ. അങ്ങനെ എല്ലാവരും അവളെ കളിയാക്കുന്നുണ്ട്. എന്ത് സംഭവം? എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. നൂർമോളെ, നീ ഒന്ന് ചോദിച്ചു നോക്കട്ടോ, എന്താണ് അവളുടെ അഭിപ്രായം എന്നറിയാലോ. നല്ലതായിരിക്കും. തലാൽ നല്ല ചെക്കനാണല്ലോ. പിന്നെ കാണാൻ സൗന്ദര്യമുണ്ട്. ആഹാ, അപ്പം നീ അതെല്ലാം കണ്ടിട്ടുണ്ടല്ലേ? അത് പിന്നെ ഇങ്ങനെ ജസ്റ്റൊക്കെ ഒന്ന് കാണാതിരിക്കുമോ? എന്നെ കണ്ടിട്ടുണ്ടാവില്ല തലാൽ അല്ലേ? പിന്നെ തലാൽ എൻ്റെ ബ്രദറിനെ പോലെയല്ലേ തലാലിനെ ഞാൻ കാണുന്നത്. അപ്പോൾ മുർഷിദക്ക് അവന് യോജിക്കുമോ? അതിനെന്താ, തലാലിനെ കാണാൻ നല്ല ഭംഗിയുള്ള ആളല്ലേ. മുർഷിദയും കുഴപ്പമൊന്നുമില്ലല്ലോ. അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അതങ്ങ് നടത്തില്ല നല്ലത്. എന്തൊക്കെ തന്നെയായാലും ഓരോരുത്തരുടെ മനസ്സിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാം ഭയങ്കര സൗന്ദര്യമായിരിക്കും. അതല്ലേ പെണ്ണേ. അതിനു മുമ്പായിട്ട് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതെന്താ? തലാലിന് ഒരു മിസ്രി പെണ്ണ് സെറ്റായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അറബിയമ്മ പറയുമെന്ന് കേട്ടിരുന്നു. പക്ഷേ തലാലിന് ഇവളോടും ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇവൾക്കാണെങ്കിൽ തലാലിനോട് കൂടുതൽ ഇഷ്ടമുണ്ട്. പഠിച്ചോനെ, അങ്ങനെയാണോ? ഓ, മിസ്രി പെണ്ണ്. ആ, അറബിക് ഫാമിലി ആകുമ്പോൾ അറബിക് ഫാമിലി തന്നെ ആയിരിക്കില്ലേ യോജിക്കുന്നത്? അല്ലെങ്കിൽ അവർ മലയാളീസിനെ കല്യാണം കഴിക്കൂലായിരിക്കില്ലേ? നൂർ ഫാത്തിമ ചോദിച്ചു. ആ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ അറബിക്ക് അറബി പെണ്ണും മലയാളിക്ക് മലയാളി പെണ്ണും അങ്ങനെ ആയാൽ എങ്ങനെ ഉണ്ടാവും? പഠിച്ചോനെ, എന്ത് നിങ്ങൾ പറയുന്നത്? അതെ നൂർ ഫാത്തിമ, 2 ഭാര്യ ഒരാൾക്ക്. നാഫിക്ക, നിങ്ങൾ വെറുതെ പറയുന്നുണ്ടോ? അങ്ങനെയൊന്നും പറയല്ല കേട്ടോ. അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ഒരാളെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. അതിനെന്താ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞെന്ന് മാത്രം. എൻ്റെ പെണ്ണേ, എന്താ നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്നെക്കൊണ്ട് 2 പെണ്ണ് കെട്ടിക്കണമെന്ന്? നാഫിക്ക, വേണ്ട കേട്ടോ. എന്താന്നില്ലേ, നിനക്കിഷ്ടല്ലേ അങ്ങനെയൊന്നും? ചില അറബി ഫാമിലിയിൽ തന്നെ ഭാര്യമാർ തന്നെ പറയുമത്രേ നിങ്ങൾ മറ്റൊരു പെണ്ണിനെ കൂടി വിവാഹം കഴിക്കണം എന്നുള്ളത്. പിന്നെ നമ്മളെ മലയാളീസിൽ ഇത് പറയൽ ചുരുക്കമാണല്ലേ. അഥവാ അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവനോട് കാണില്ല. നൂർ ഫാത്തിമ അത് കേട്ട് ചിരിച്ചു. അതെ, സത്യമാണത്. പിന്നെ അറിയാതെ പോയി കെട്ടുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. ഇത് അറിഞ്ഞുകൊണ്ടേ ഒരാളും സമ്മതിക്കില്ല. എൻ്റെ പെണ്ണെ, എനിക്ക് നീ മാത്രം മതിയേ. വേറെ ഒരു പെണ്ണും എനിക്ക് വേണ്ട എൻ്റെ ജീവിതത്തിൽ. അള്ളാഹു മരണം വരെ നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തി തരട്ടെ. ആമീൻ. പിറ്റേ ദിവസം രാവിലെ അതാ നാഫി ഉസ്താദും അറബി ഉമ്മയും തലാലും കൂടി ഒരു സ്ഥലം കാണുവാൻ വേണ്ടി പോകുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാഴ്ച ഭംഗിയുള്ള സ്ഥലം, പ്രകൃതി രമണീയമായ സ്ഥലത്ത്. അവിടെയാണ് നൂർ ഫാത്തിമയുടെ പേരിൽ നൂർ മഹൽ എന്ന പേരിലുള്ള ഒരു വീട് പണിയുന്നത്. ആളുകൾ അത്രയധികം തിങ്ങി താമസിക്കുന്ന സ്ഥലമല്ല, എങ്കിലും ഭൂപ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന നല്ലൊരു സ്ഥലം. അറബി ഉമ്മക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ക്യാഷ് കൊടുത്താണ് ആ ഒരു സ്ഥലം സ്വന്തമാക്കുന്നത്. ഇൻഷാ അല്ലാ അവിടെ എൻ്റെ നൂർ ഫാത്തിമയ്ക്ക് വേണ്ടി ഒരു വീട്, അതാണ് അറബി ഉമ്മയുടെ ലക്ഷ്യം. സ്ഥലമെല്ലാം കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി രജിസ്ട്രേഷൻ നടക്കണം. ഉസ്താദിനും ആ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെട്ടു. ശരിക്കും നല്ലൊരു ശാന്ത സുന്ദരമായ സ്ഥലം. ഇവിടെ ഒരു വീടൊക്കെ വെച്ചിട്ട് ഇവിടെ താമസിക്കുമ്പോൾ അത് വല്ലാത്തൊരു വൈബായിരിക്കും. ഇൻഷാ അല്ലാ ഉമ്മയും ഉപ്പയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. പിന്നെ അറബി ഉമ്മയും
ഫാമിലിയൊക്കെ വരുമ്പോഴും അവർക്ക് ഇവിടെ താമസിക്കാം, നല്ല സൗകര്യമായിരിക്കും. എങ്ങനെയുണ്ട് പ്രോപ്പർട്ടി? മാഷാ അല്ലാ, ഞാൻ ഇതുപോലുള്ള സ്ഥലത്ത് തന്നെയാണ് ആഗ്രഹിച്ചത്. പക്ഷേ നമ്മൾ ഇതുവരെ നടന്നിട്ടും ഇങ്ങനെയൊന്നും കിട്ടിയില്ല. ഇതിന് അത്യാവശ്യം ക്യാഷ്ലി ആണ്, അതൊന്നും നോ പ്രോബ്ലം, കുഴപ്പമില്ല. അല്ലെങ്കിലും നല്ല സ്ഥലത്തിന് നല്ല ക്യാഷ് കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങ് ഉറപ്പിക്കാം അല്ലേ? അറബിയുമ്മ, ഇനി നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാ ഇടയ്ക്കിടെ വരാലോ, ഇവിടെ താമസിക്കാലോ മോളുടെ വീട്ടിൽ. അതെ ഇൻഷാ അല്ലാ, അതൊക്കെ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ തന്നെ ആയിക്കോട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴെന്നല്ല കാലം കൊണ്ടൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് ആളുകളൊക്കെ വരാൻ ചാൻസ് ഉള്ള സ്ഥലമായി മാറും ഇത്. അതുകൊണ്ട് അത്യാവശ്യം സൗകര്യത്തോടെ തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കണം. അറബിയമ്മ എന്തൊക്കെയോ മുൻകൂട്ടി കാണുന്ന പോലെയാണ് അത് സെറ്റാക്കുന്നത്. അതെ ശരിയാണ്. തലാലും അവൻ്റെ ഫാമിലിയും ഇവിടുത്തെ ഫാമിലിയൊക്കെ ആകുമ്പോൾ ഒരു നിമിഷം തലാൽ അത് കേട്ടു. നാഫി എന്താ പറഞ്ഞത്? അല്ലേ, നിനക്ക് 2 ഫാമിലി ഉണ്ടാകാനുള്ള ചാൻസൊക്കെ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞു കേട്ടത്. എന്നോട് ഞാനത് പിന്നെ പറയാം തലാൽ, ഇത് ഇപ്പോഴേ അത് വേണ്ട. അത് കേട്ടുകൊണ്ട് അറബിയമ്മ അങ്ങോട്ട് വന്നു. എന്താ മോനെ തലാൽ, പറയാനുള്ളത് പറഞ്ഞോ? അതെവിടെ വെച്ചാണെങ്കിലും ഇപ്പോൾ എന്താ പറയേണ്ടത് തന്നെയല്ലേ? അതെ, തലാലിൻ്റെ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ അവനോട്. പക്ഷെ അവൻ അന്ന് പറഞ്ഞു എന്നോട് ഒരു മിസ്സിരി പെണ്ണിനെ ഇഷ്ടമാണെന്ന്. അവൾക്ക് അവനോട് കൂടുതൽ ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അവനക്ക് എന്തൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കും, അവരൊരുമിച്ച് പഠിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ അവൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു ആഗ്രഹം മുർഷിദയെ വേണമെന്നാണ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം. ഇനിയിപ്പോൾ അറബികളൊക്കെ അല്ലേ, അപ്പോൾ ഇനി അറബ് വംശം നിലനിർത്താൻ വേണ്ടിയിട്ട് അറബികളുടെ അവരുമായുള്ള കല്യാണം അത് അങ്ങനെ ആയിക്കോട്ടെ. അതല്ല മുർഷിദയാണ് അവനക്ക് ഇഷ്ടമെങ്കിൽ അതായിക്കോട്ടെ, അതൊരു നോ പ്രോബ്ലം. അതൊക്കെ അവന് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തിരിക്കുന്നു. തലാലിനോട് നാഫി ഉസ്താദ് ചോദിച്ചു. തലാൽ, അപ്പോൾ എന്താണ് പ്ലാനിങ്? മലയാളിയാണോ അറബിയാണോ? അല്ല സോറി മിസ്രിയാണോ? എടാ, 2 ഒഴിവാക്കാൻ പറ്റില്ല എനിക്ക് എന്തെന്നറിയില്ല. 2 എന്ന് വെച്ചാൽ അവളെന്ന് വെച്ചാൽ മിസ്രി പെണ്ണ്, അവൾ ഇടയ്ക്കിടെ എന്നെ എപ്പോഴും കാണാൻ വരും, എനിക്ക് എന്തൊക്കെ ഗിഫ്റ്റോ അതൊക്കെ കൊണ്ടുവരും. പക്ഷെ ആദ്യം ഞാൻ വല്ലാതെ മൈൻഡായിരുന്നില്ല. പക്ഷേ പിന്നീട് അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് അറബിയുമാണ് സംസാരിക്കുന്നത്, അപ്പോൾ ഒരു ഇടപഴകാനൊക്കെ ഒന്നും കൂടെ അങ്ങനെ ഒരു ഇത് തോന്നി. പിന്നെ മുർഷിദ നാട്ടിൽ പോയപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ സ്വപ്നങ്ങളെല്ലാം അങ്ങ് മാഞ്ഞു പോയിരുന്നു. ഇനി ഒരിക്കലും അവളെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴേ, മുർഷിദയെ കണ്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വന്നടാ, പഴയകാല സ്വപ്നങ്ങളൊക്കെ. കാരണം മറ്റൊന്നുമല്ല, മുർഷിദ എന്നോട് എൻ്റെ അടുക്കൽ വന്നു സംസാരിച്ചോ? അതെ, അവൾ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഒക്കെ. എന്തെന്നറിയില്ല, അവൾക്ക് എന്നോടൊരിഷ്ടം ഇപ്പോഴും ഉണ്ട്. എനിക്കാണെങ്കിൽ ഞാൻ അവൾക്ക് വാക്ക് കൊടുക്കുകയും ചെയ്തു മിസ്രിക്ക്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതാണ് ഞാൻ കൺഫ്യൂഷനായി നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ ഉസ്താദിന് എന്ത് പറയണമെന്നറിയില്ല. കാരണം അവൾക്ക് വാക്ക് കൊടുത്തതാണ് അറബി പെണ്ണിനെ. പക്ഷെ മുർഷിദയാണെങ്കിൽ അവനെ വളരെയധികം ഇഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പോൾ നിനക്കൊന്ന് പറഞ്ഞുകൂടെയിരുന്നോ എനിക്ക് അങ്ങനെ ഒരു മിസ്രി പെണ്ണ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം? തലാൽ, നിനക്ക് പറഞ്ഞുകൂടെയിരുന്നോ? ഞാൻ അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവൾക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് വിഷമായി. അവൾ പറഞ്ഞു, തലാൽ മിസ്രി പെണ്ണിനെ കല്യാണം കഴിച്ചോ? അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തലാലിനെ എന്നാലും ഭയങ്കര ഇഷ്ടമാണ്. അത് കുഴപ്പമില്ല, അവൾ അവിടെയല്ലേ, ഞാൻ ഇവിടെയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ എന്താ ഉസ്താദ് ചെയ്യുക? എനിക്ക് അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാഞ്ഞാൽ അതൊരു ചതി പോലെയായിരിക്കും. അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇവൾക്ക് ഇപ്പോഴും എന്നോട് ഇഷ്ടമുള്ള കാര്യം അതും ഞാൻ അറിഞ്ഞതുമില്ല. അങ്ങനെയാണെങ്കിൽ അവളോട് ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പക്ഷേ അവളോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മുർഷിദക്ക് അതൊന്നൊരു വിഷയമേ അല്ല എന്നുള്ള ചിന്താഗതിയാണ്. അറബിയുമ്മ അതറിഞ്ഞു. അതെ, തലാലിന് 2 പ്രേമം ഉണ്ടെന്ന്, ഒന്ന് അറബിയും ഒന്ന് മലയാളിയും. പഠിച്ചോനെ, ആകെ ഒരു മോനെ എനിക്കുള്ളൂ, ഒരു മരുമകളെ എനിക്ക് ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ വല്ലാത്തൊരു കഥയായി പോയല്ലോ. ഇതിപ്പോൾ 2 ആളെ വെറുപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ. പിന്നെ വാക്ക് കൊടുത്തത് അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റൂല. അത് അവനെ കാത്തിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക? പിന്നെ മുർഷിദ, അവളും ഉപേക്ഷിച്ച് അത് മിസ്രി പെണ്ണിനെ കല്യാണം കഴിച്ചാൽ പിന്നീട് അവളെ കാണുമ്പോൾ അതൊരു ടെൻഷനായിരിക്കും.
അത് വേണ്ട, അവളുടെ സന്തോഷം കളയാൻ പാടില്ല. കാരണം അവിടെ വെച്ചാണ് മുർഷിദ നന്നായത്. പിന്നീട് അവൾ ആ ഇസ്ലാമിൻ്റെ തനിമ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്നുറപ്പാണ്, കണ്ടിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒഴിവാക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോൾ റബ്ബേ എന്താ ചെയ്യുക? അറബിയുമ്മയും കുറച്ച് കൺഫ്യൂഷനിലായി. തലാലിൻ്റെ തീരുമാനം പോലെ നടക്കട്ടെ, അല്ലാതെ ഞാനതിൽ തീരുമാനമെടുത്താൽ ഒരു പക്ഷേ എനിക്ക് രണ്ട് ഭാഗവും ഒഴിവാക്കാൻ പറ്റില്ല. അതായത് അറബി ഫാമിലി അതങ്ങനെ. ഇനിയിപ്പോൾ ഒരു മലയാളിയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തുകാരൊക്കെ ചെറിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പണിയാ ഈ ചെയ്തത്? അത് നമ്മൾ അൻസ്വാരികളിൽപ്പെട്ട ആളുകളെ അത് തനിമ കാത്തു സൂക്ഷിക്കേണ്ടവരല്ലേ? ആകെ ഒരു മോനല്ല നിനക്കുള്ളൂ. അപ്പോൾ അറബിയിൽപ്പെട്ട ഒരു പെണ്ണിനെ തന്നെ തിരഞ്ഞെടുക്കണ്ടേ? അല്ലാതെ ഇപ്പോൾ മലയാളികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള അത് കേൾക്കേണ്ടി വരും എന്നത് ഉറപ്പുണ്ട് അറബി ഉമ്മക്ക്. കാരണം തൻ്റെ ആങ്ങളമാരും എല്ലാവരും ഉള്ളതാണ്, വലിയ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ അറബി ഉമ്മ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. ഉസ്താദിനോട് അറബി ഉമ്മ പറഞ്ഞു, മോനെ നാഫിൾ, അവനോട് പറയാ അവനക്ക് ഇഷ്ടമുള്ള തീരുമാനിച്ചോട്ടെ എന്ന്. ഈ കാര്യത്തിൽ എനിക്ക് തീരുമാനമില്ല, തീരുമാനം തലാലിൻ്റേതാണെന്ന് പറയാൻ പറ. പിന്നെ എന്തൊക്കെ തന്നെയായാലും ഈ ഉമ്മ സ്വീകരിക്കും എന്നൊന്ന് പറയാൻ കേട്ടോ, ഇൻഷാ അല്ലാ. ആ കാര്യം അതാ തലാലിനോട് പറയുവാൻ വേണ്ടി ഉസ്താദ് പോവുകയാണ്. തലാൽ, നിൻ്റെ ഉമ്മ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ എന്തൊക്കെ തന്നെയായാലും രണ്ട് പെണ്ണുങ്ങളാണ് നിനക്കുള്ളത്. പെണ്ണുങ്ങളെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നിന്നെ സ്നേഹിക്കുന്നൊരു പെണ്ണും നീ വാക്ക് കൊടുത്തൊരു പെണ്ണും, രണ്ടാളെയും വെറുപ്പിക്കാത്ത രീതിയിൽ നിനക്ക് എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ ചെയ്യാം. അതിൽ യാതൊരു രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉമ്മാക്കില്ല എന്ന് പറഞ്ഞു. കാരണം അഭിപ്രായം തലാലിൻ്റേതാണ്. കാരണം അവനാണ് അവിടെ ഭരിക്കേണ്ടത്. രണ്ട് ഭാര്യമാരുമായിട്ടുള്ള ജീവിതം അതവർ ഒരിക്കലും ഒപ്പമല്ലെങ്കിലും ഏകദേശം എന്തായാലും അറിയുമല്ലോ, ഈ സ്ഥലത്തില്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് രണ്ടു പേരോടും മാനേജ് ചെയ്ത് സംസാരിച്ചിട്ട് തലാലിൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തിയാക്കാം എന്നാണ് അറബിയമ്മ പറഞ്ഞത്. ഇൻഷാ അല്ലാ. അറബിയമ്മയുടെ മനസ്സിൽ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നാണ് ആയത്. കാരണം ആരെയും ഉപേക്ഷിക്കാൻ വയ്യ. മുർഷിദയെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് വിഷമാവും. പിന്നെ മിസ്രി, അത് പിന്നെ അറബിക് ഫാമിലി അല്ലേ, അവൾക്ക് വാക്ക് കൊടുത്തും ചെയ്തു. എന്തൊക്കെ തന്നെയാലും തലാലിൻ്റെ തീരുമാനം പോലെ എല്ലാം നടക്കട്ടെ. അവർ അവിടെയുള്ള വീടിനുള്ള പ്ലാനിംഗ് എല്ലാം സെറ്റാക്കുകയാണ്. ഒരു എൻജിനീയറെ കൊണ്ടുവന്ന് നല്ല രീതിയിലുള്ള പ്ലാനിംഗ് ആണ് അറബിയമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.